ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു കറിയായിട്ടാണ്. നമ്മൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പും ചൊരങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ പരിപ്പ് ചൊരങ്ങക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾക്ക് ഇതേപോലെ ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ്. അതൊന്ന് നമ്മൾക്കൊരു 3/4 കപ്പോളം ഞാൻ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തന്നെ കഴുകി അതൊരു 10-15 മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഇതേപോലെ തന്നെ നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഈ ചുരങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കണം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ വലിയ ചുരങ്ങയാണ്. അത് നല്ലതുപോലെ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എല്ലാം തന്നെ ഉള്ളിലത്തെ കുരുകും അതൊക്കെ എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച നമ്മൾ ചുരങ്ങ കഷ്ണങ്ങളും പിന്നെ പരിപ്പ് വെള്ളത്തോട് കൂടി തന്നെ അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നമ്മളെ ഉള്ളിയാണ്. ഉള്ളിയും അതേപോലെ ഒരു 3 പച്ചമുളക് പിന്നെ ഒരു 2 തക്കാളി എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മളിത് ഒരു കുക്കറൊന്ന് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 3/4 കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 7 അല്ലി നമ്മൾ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്ത് ഒരു 1/4 ടീസ്പൂണോളം നമ്മളെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ നല്ലത് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട. ഒരു തരിതരിപ്പായിട്ട് തന്നെയാണ് എപ്പോഴും പരിപ്പ് കറി വെക്കുമ്പോൾ എന്നും അങ്ങനെയാണ് കറി വെച്ചാലും നമുക്ക് ടേസ്റ്റ് കിട്ടുക. അധികം അരഞ്ഞ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്കിതൊന്ന് കൊണ്ടുവരാം. നമ്മൾ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ അരച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് നമ്മളെ വേവിച്ച് വെച്ച പരിപ്പ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ പരിപ്പും അതേപോലെ തന്നെ അതിൽ ചേർത്ത് കൊടുത്ത ചുരങ്ങയും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് ഞാൻ കൊടുക്കുന്നത് നമ്മൾ അരച്ച് കൊണ്ടുവന്ന നമ്മളെ തേങ്ങയാണ്. നമ്മളെ തേങ്ങയും ചേർത്ത് കൊടുക്കും. തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം കട്ടി വേണ്ട. ഒരു നമ്മൾ ഇങ്ങനെ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന രൂപത്തിൽ കട്ടിയാക്കിയിട്ട് കറി എടുക്കാൻ നോക്കാം. കുറച്ച് കട്ടിയായി കൂടുതലാണ്. അപ്പോൾ അതിൽ ഞാൻ എന്താക്കി 1/4 കപ്പ് വെള്ളം നമ്മളെ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ടേസ്റ്റൊക്കെ ഈ സമയം നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കണക്കുണ്ട്. ഇനി നമുക്ക് അത് കുക്കർ വെയിറ്റ് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അടപ്പൊന്ന് ഇങ്ങനെ ഇതേപോലെ മുകളിൽ വെച്ച് കറി ഇങ്ങനെ തിളപ്പിച്ചിട്ടെടുക്കുക. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പെടുക്കുക. ഇനി അധികം തിളക്കാൻ വേണ്ട, ഇത്ര മതി. തിളച്ചതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കടുകും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് പിന്നെ അതിന് ആവശ്യത്തിലുള്ള കുറച്ചധികം തന്നെ കറിവേപ്പില എല്ലാം തന്നെ ചേർത്ത് നമ്മൾക്ക് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് തന്നെ നല്ല മൂത്ത് വരണം. തേങ്ങയൊക്കെ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നോക്കണം. നല്ലതുപോലെ തന്നെ ഇതേപോലെ മൂപ്പിച്ചിട്ടെടുക്കാം. നമ്മളെ തേങ്ങയൊക്കെ നല്ല കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 10-15 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇതാക്കണം. നമ്മളെ കറി ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയാണ്.
നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, ഒരു 10-15 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. ഇതേപോലെ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറിയൊക്കെ നല്ലതുപോലെ കറി സെറ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.